മില യോവോവിച്ചിന്റെ ഏറ്റവും പുതിയ ആക്ഷൻ റിവെഞ്ച് മൂവിയാണ് പ്രൊട്ടക്ടർ. സോ ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറയുകയാണെങ്കിൽ, നിക്കി എന്ന് പറയുന്ന ഒരു ഫോർമർ മിലിറ്ററി ഓഫീസർ അവരുടെ മകളെ ആരൊക്കെയോ ചേർന്ന് കിഡ്നാപ്പ് ചെയ്യുന്നു. സോ തുടർന്ന് നടക്കുന്ന സംഭവങ്ങളും റിവെഞ്ചും കാര്യങ്ങളൊക്കെയാണ് സിനിമ കാണിക്കുന്നത്. സോ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ ടേക്കൺ സിനിമയുടെയൊക്കെ ഒരു ഫീമെയിൽ വെർഷൻ ആയിട്ടാണ് ഈ ഒരു സിനിമ ഓവറോൾ അനുഭവപ്പെട്ടത്. ഇതിലെ ആക്ഷൻ രംഗങ്ങളാവട്ടെ ജോൺ വിക് സിനിമകളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലത്തെ കുറച്ച് ആക്ഷൻ രംഗങ്ങളും ഒക്കെ ഈ ഒരു സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഈ ഒരു സിനിമ ഒരു ടിപ്പിക്കൽ ടെംപ്ലേറ്റ് സ്റ്റോറി ഫോളോ ചെയ്യുന്ന ഒരു പടമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്റ്റോറിയിൽ പ്രത്യേകിച്ച് പുതുമകളും കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ഈ സിനിമയിലെ ആക്ഷൻ രംഗങ്ങളാകട്ടെ മില യോവോവിച്ച് വളരെ ഗംഭീരമായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. വളരെ എനർജറ്റിക്കും അതുപോലെ വളരെ റോയും ഇന്റൻസും ആയിട്ടുള്ള ആക്ഷൻ രംഗങ്ങളാണ് ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ മെയിൻ ഹൈലൈറ്റ്. സിനിമ നമുക്ക് ഒരു തരത്തിൽ കണ്ടിരിക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ആക്ഷൻ രംഗങ്ങൾ ഈ ഒരു സിനിമ ഉള്ളതുകൊണ്ടാണ്. മറ്റു രീതി നോക്കിക്കഴിഞ്ഞാൽ ടെക്നിക്കൽ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ക്യാമറ എഡിറ്റിംഗ് ഒക്കെ ആയിട്ട് ത്രൂ ഔട്ട് ഒരു നല്ല വർക്ക് ഈ സിനിമയെ കാണാൻ പറ്റുന്നില്ല. പല സീനുകളിലും ഇതിലെ ആക്ഷൻ രംഗങ്ങൾ എസ്പെഷ്യലി ഇതിന്റെ ക്യാമറ വർക്കും എഡിറ്റിംഗ് വർക്കൊക്കെ ഭയങ്കരമായിട്ട് മെസ്ഡപ്പ് ആയിട്ടൊരു ഫീലാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ ഡയലോഗ്സ്, ഇമോഷണൽ സീനുകളിലെ ഡയലോഗ്സ് ഒക്കെ കുറച്ചും കൂടെ ബെറ്റർ ആക്കായിരുന്നു എന്ന് തോന്നി. പിന്നെ ഈ ഒരു സിനിമയിലെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുകയാണെങ്കിൽ പവർഫുൾ ആയിട്ടുള്ളൊരു വില്ലൻ ഇല്ല. സാധാരണ ഇത്തരം സിനിമകളിൽ നമ്മൾ കാണുമ്പോൾ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വില്ലൻ ഉണ്ടെങ്കിൽ സിനിമ കുറച്ചും കൂടെ ഒരു എൻഗേജിങ്ങും ത്രില്ലിങ്ങും ഒക്കെ ആയിട്ട് നമുക്ക് സാധാരണ തോന്നേണ്ടതാണ്. എന്നാൽ ഈ ഒരു സിനിമയിൽ അത്തരത്തിലൊരു വില്ലൻ ഇല്ല. വില്ലൻ ഒരു ജനറിക് കൊമേഴ്ഷ്യൽ മൂവിയിൽ കാണുന്ന തരത്തിലെ ഒരു നോർമൽ വില്ലനാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു വില്ലൻ ഉണ്ടെന്ന് പോലും തോന്നത്തില്ല. ഇതിലെ മെയിൻ ക്യാരക്ടറിന്റെ കേപ്പബിലിറ്റി വെച്ചിട്ട് ആ വില്ലൻ ഒന്നുമായിട്ട് നമുക്ക് തോന്നത്തില്ല. സോ ആ ഒരു രീതിയിൽ പോകുന്ന സിനിമയാണിത്. സോ ഈ ഒരു സിനിമ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഒരു ബിലോ ആവറേജ് സിനിമയായിട്ടാണ് അനുഭവപ്പെട്ടത്. നിങ്ങൾക്ക് ആക്ഷൻ മൂവീസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണിത്. അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാകുക. സിനിമയുടെ അവസാനത്തോടെ എത്തുമ്പോൾ ഒരു ചെറിയ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതാണെങ്കിലും അങ്ങ് എല്ലാവർക്കും ഒരേപോലെ വർക്ക് ആവണമെന്നില്ല. അപ്പോൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ റിവ്യൂസും റെക്കമെൻഡേഷനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം കൂടെ കൺസിഡർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.